Mamma's dishwash liquid. Soft on hands. തീവ്രവാദിയെയും ഭീകരവാദിയെയും തപ്പി നടന്ന് അവസാനം കിട്ടുന്നവരെ പൊക്കിയെടുത്ത് കുപ്പിയിലാക്കി അന്വേഷണ റിപ്പോർട്ടുകൾ വാർത്തകളിലൂടെ പുറത്തുവിട്ട് വീരനായക വേഷം ചമയാൻ ശ്രമിക്കുന്ന അന്വേഷണ മേധാവികളെ, നിങ്ങളെ ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പറഞ്ഞുവിടുന്ന സംഘടനാ മുതലാളിമാരുടെ വീടുകളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ ഒരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ പൊക്കിയെടുക്കുന്ന ചെറിയ ചെറിയ ബോംബുകളെക്കാൾ വലിയ വലിയ ആറ്റം ബോംബുകൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പറഞ്ഞു വരുന്നത് രാജീവ് ശർമ്മ എന്ന രാജ്യദ്രോഹിയെ കുറിച്ചാണ്. ആരാണ് രാജീവ് ശർമ്മ? RSSുമായി ബന്ധമുള്ള രാജീവ് ശർമ്മ, RSSന്റെ കീഴിലുള്ള വിവേകാനന്ദ ഇന്റർനാഷണൽ ട്രസ്റ്റിന്റെ അംഗമായിട്ടുള്ള രാജീവ് ശർമ്മ. എന്താണ് വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നരേന്ദ്രമോദിയുമായിട്ട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന ട്രസ്റ്റുകളിൽ ഒന്ന് തന്നെയാണ്. മോദിയുമായി അടുത്തു നിൽക്കുന്ന സംഘടന എന്ന് വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷനെ കുറിച്ച് പറയാനുള്ള കാരണം, ഇതിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് അജിത് ഡോവാൽ. പിന്നെ പറയേണ്ടതില്ലല്ലോ, അജിത് ഡോവലിന്റെ നിയന്ത്രണത്തിലുള്ള വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷനുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് രാജീവ് ശർമ്മ. ഇത് നിഷേധിക്കാൻ അവർക്ക് ഒരു കാരണവശാലും കഴിയുകയില്ല. ഇത് മാത്രമല്ല, ഈ വിവരം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇത് വസ്തുതാപരമായ വിവരമെന്ന് ദ ഹിന്ദു ദിനപത്രം എടുത്തു പറയുന്നുമുണ്ട്. പറഞ്ഞു വരുന്നത്, ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സുപ്രധാനമായ വിവരങ്ങൾ നൽകിയത് ഈ രാജീവ് ശർമ്മയാണ്. 40 ലക്ഷത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്തത് സംഘപരിവാരുമായിട്ട് RSSുമായിട്ട് ബന്ധം പുലർത്തുന്ന രാജീവ് ശർമ്മ എന്ന മാധ്യമ പ്രവർത്തകനാണ് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക. RSSകാർക്ക്, സംഘപരിവാരകാർക്ക് ഇത്തരത്തിൽ തീവ്രവാദ ഭീകരവാദ ബന്ധമുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇത് ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല. എത്രയിടങ്ങളിൽ നിന്ന് സംഘപരിവാർ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പോലീസുകാർ പൊക്കിയെടുത്തിട്ടുണ്ട്, ATS ഉദ്യോഗസ്ഥർ പൊക്കിയെടുത്തിട്ടുണ്ട്. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ശക്തമായ അന്വേഷണം നടത്തുമ്പോൾ ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള തീവ്രവാദി മുഖങ്ങളായിട്ടുള്ള ചില സംഘപരിവാർ സംഘടനകളിലെ നേതാക്കന്മാരെ തന്നെയാണ്. രാജീവ് ശർമ്മ RSSുമായിട്ട് ബന്ധം പുലർത്തുന്ന ആളാണെന്നറിഞ്ഞപ്പോൾ പലരുടെയും ഫേസ്ബുക്ക് പേജുകൾ നിശബ്ദമായി കിടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത, കേരളത്തിൽ ജോലി ചെയ്യാനെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളെ അൽ-ഖ്വായ്ദ ബന്ധം ആരോപിച്ചിട്ട് NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ സത്യമുണ്ടോ കളവുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനവും ഭീകരവാദ പ്രവർത്തനവും നടത്തുന്നവർക്ക് ഒരു കാരണവശാലും ഒരു ഇളവും നൽകാൻ ഗവൺമെന്റ് തയ്യാറാവാൻ പാടില്ല. പക്ഷേ അന്വേഷണം നടക്കുമ്പോൾ അത് കൃത്യമായ വസ്തുതാപരമായിട്ടുള്ള അന്വേഷണമായിരിക്കണം. എത്രയോ നിരപരാധികളെ പിടിച്ചിട്ട് തടവിലാക്കിയ ചരിത്രം ഇത്തരം അന്വേഷണ ഏജൻസികൾക്കുണ്ട് എന്നുള്ള കാര്യം നമ്മളാരും മറന്നു പോകരുത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ലഭിക്കുന്ന വാർത്തകളിലെ വസ്തുതകൾ അന്വേഷിച്ചു ചെന്ന് കൃത്യമായ അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിക്കാനുള്ള അവകാശം രാജ്യത്തെ പൗരന്മാർക്ക് നൽകാൻ ഇവിടെയുള്ള അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വരണമെന്നുള്ളതാണ് ജനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് രാജ്യത്ത് ഈ അടുത്ത കാലത്ത് കടന്നുപോയിട്ടുള്ളത് സംഘപരിവാർ പ്രവർത്തകരും നേതാക്കന്മാരും തന്നെയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് രാജീവ് ശർമ്മ എന്ന രാജ്യദ്രോഹി. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ. Mamma's dishwash liquid. Soft on hands. Monster.